ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ സോളിൽ നിന്നൊരു മെസ്സേജ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ സോളിൽ നിന്നൊരു മെസ്സേജ്. അവരുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. സോ റെസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവർക്ക് നിങ്ങളുടെ വ്യക്തി എല്ലാം ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സോള് വളരെയധികം എല്ലാം ഒന്നിൽ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാകും. എന്തെങ്കിലുമൊക്കെ സൈൻ നിങ്ങൾ കാണുന്നുണ്ടാകും. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ നെയിം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഹാപ്പി മൊമെന്റ്സ് നിങ്ങൾ സോങ്ങിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയൊക്കെ കാണുന്നുണ്ടാകും. അവരെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാകും. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ഇരുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ അടുത്ത് ദേഷ്യം എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകും മനസ്സിൽ. ഇനി തിരിച്ചു പോകില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു പ്രസന്റിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നിങ്ങൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവരെ മിസ് ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിൽ അവരെ മിസ് ചെയ്യുന്നു. അവരുടെ ഓർമ്മകൾ സ്വപ്നമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നെയിം റിപ്പീറ്റഡ് കാണുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോങ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ ഒരു സ്നേഹം വരുന്നു, ആ ദേഷ്യം മറന്നിട്ടൊരു സ്നേഹം വരുന്നു. ഇതേ ഒരു ഫീലിങ്സ് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെ സോളിനുമുള്ളത്. വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ല, ഇപ്പൊ റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ സോളിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സോൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അവരുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. നോ കോണ്ടാക്റ്റിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ സോൾ നിങ്ങളെ വളരെ വിശ്വാസമാണ്. അവർക്ക് നിങ്ങളെ ആലോചിക്കുമ്പോൾ ഒരു ബഹുമാനമൊക്കെയാണ്. മേ ബി നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് ബെറ്റർ ആയിട്ട് കൊണ്ടുവരണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് കാത്തിരിക്കേണ്ട സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. അതിന് കാരണം നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ടൈം വേണ്ടി വരുമായിരിക്കാം. ബിക്കോസ് അവർ ചിലപ്പോൾ സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്നവരായിരിക്കാം, ഡിവൈൻലി കണക്റ്റഡ് ആവുന്ന ഒരു ടൈം ആയിരിക്കാം ഇപ്പം അവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ടൈം വേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട ഒരവസ്ഥ ഇവിടെ വരുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ പേഴ്സന്റെ ചിന്തയിൽ മുഴുവൻ ഉള്ളത് നിങ്ങളാണ്. ഓക്കെ, അതിൽ കൂടുതൽ ഒരു ഫീലിങ്സ് ആണ് നിങ്ങളുടെ സോളിനുള്ളത്. ഏത് സമയം അവർ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ടാണ്. അവർ ജീവിക്കുന്നത് നിങ്ങളുടെ ചിന്തയിലാണ്. ഒരു ജെനുവൻ ആയിട്ടുള്ള സ്നേഹം, ജെനുവൻ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളടുത്ത്. നൈറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നോ കോണ്ടാക്ട് ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ജെനുവൻ ആയിട്ടുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. അവർ നിങ്ങളിങ്ങനെ എവറി ടൈം നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രസൻസ്, നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്കിപ്പോ ഉണ്ടാകില്ല. ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിലും നിങ്ങൾ എന്താ പറയാ, ഫോണിലൂടെ കോണ്ടാക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും അവർ നിങ്ങളുടെ പ്രസൻസ് എന്താ പറയാ സ്വന്തം ക്രിയേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ അടുത്തില്ലെങ്കിലും നിങ്ങൾ ഉണ്ട് ഒരു വിചാരം അവർക്കുണ്ടാവും. വളരെ മനസ്സിൽ നിന്ന് തന്നെ വരുന്ന ഒരു വിചാരം. ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ടാണത്. നിങ്ങളെ ഒരുപാട് ജെനുവൻ ആയിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവരുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് നിങ്ങളടുത്ത്. നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ളവര്, റിയൂണിയൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരുടെ ഈ ഒരു തിരിച്ചുവരവ് വളരെ സ്നേഹം കൊണ്ട് വരുന്ന ഒരു വരവാണിത്.
അവർ അത്രയ്ക്കും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇവിടെ 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെ ആലോചിച്ചിട്ട് അവർ കരയുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്താ പറയാ, ചിലപ്പോൾ ഇതിനു മുന്നേ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചൊരു സ്നേഹം അവർക്ക് തരാൻ സാധിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിന് സാധിക്കും. കാരണം അത്രയ്ക്ക് മിസ്സിംഗ് ആണ് നിങ്ങളെ അവർക്ക്. അവരുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു എന്താ പറയാ സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ അതിപ്പോൾ അവരുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് ജെന്യൂൻ ആയിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയ്ക്ക് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്, വളരെ ബ്ലെസ്ഡ് ആണ്. ഭാഗ്യമാണത് നിങ്ങളുടെ. അത് മിസ് ചെയ്യാതിരിക്കുക. അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് വളരെ എന്താ പറയാ, എനിക്ക് കാണണം, മിസ് ചെയ്യുന്നുണ്ട്, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ വരുന്ന സമയത്ത് നിങ്ങളെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കാതിരിക്കുക. കാരണം ജെന്യുവൻ ആയിട്ടാണ് അവർ വരുന്നത്. ആ ഒരു ഫീലിങ്സ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് വരുന്നതാണ്. അങ്ങനെ കിട്ടുന്നത്, ആത്മാർത്ഥമായിട്ട് ഒരാൾ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗ്യമാണത്. അത് നിങ്ങൾക്കുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് ആ ഒരു ഭാഗ്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഡിവൈൻലി കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ എന്താ പറയാ വളരെ വിഷമത്തിലൂടെയും ഡിപ്രസ്ഡ് അടിച്ചൊക്കെ ഇരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് വിളിച്ച് കരയുന്നത് പോലെ, എനിക്ക് നിന്നെ വേണം, അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയാ അങ്ങനെ ഒരു ഫീലിങ്സ്, അത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെയാണ് തോന്നുന്നത് ഈ 9 ഓഫ് സോഡ്സ് കാണുമ്പോൾ. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കേണ്ട സമയമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാത്തിരിക്കുക തന്നെ ചെയ്യുക. ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമാണ്, ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ആണ്. അതൊന്നും മിസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.